ആര്യാടൻ ഷൗക്കത്ത്. പൊതിഞ്ഞ വോട്ടുകൾ ആര്യാടന്റെ പെട്ടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ലീഗ്. ഈ പറയുന്ന പണപ്പുറപ്പാടൊന്നും അവിടെ ഏറ്റിട്ടില്ല എന്നുള്ളതാണ്. പണ്ടിങ്ങനെ പറഞ്ഞില്ലേ എന്നുള്ളതിനെ പറ്റി കൃത്യമായി അണികൾക്ക് വിശദീകരണം നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഈ വോട്ടിന്റെ ഒരു സാമ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് 568 വോട്ടുകൾക്ക് ആദ്യ 2 ബൂത്തുകളിലും പോസ്റ്റൽ ബാലറ്റുകളിലെയും കണക്ക് പുറത്ത് വരുമ്പോൾ ആര്യാടൻ വലിയ ആവേശം. ആ ദൃശ്യങ്ങൾ നോക്കൂ, വലിയ ആവേശം. UDF-ന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ആദ്യം പാറിപ്പറന്നത് വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ ഒരു ഹരിത പതാകയായിരുന്നു. വലിയ ആത്മവിശ്വാസത്തോടുകൂടി ലീഗ് പ്രവർത്തകർ ആഹ്ലാദാരവം തുടങ്ങിയിരുന്നു. അതിന് പിന്നാലെയാണ് ലീഗിന്റെ നിലവിൽ 2 പഞ്ചായത്ത് അംഗങ്ങളുള്ള വാർഡുകളിലെ വോട്ട് എണ്ണുമ്പോൾ, ലീഗിന് വലിയ സ്വാധീനമുള്ള മേഖലയിലെ വോട്ടുകൾ എണ്ണുമ്പോൾ ആ 2 വാർഡിലും UDF-ന്റെ കുതിപ്പാണ്. ആ കുതിപ്പ് വലിയ കുതിപ്പാണ്. ഒരുപാട് കണക്ക് നേരത്തെ ഞാൻ പറഞ്ഞതാണ്. LDF-ന് 128 വോട്ട് മാത്രമുള്ളപ്പോൾ അതിന്റെ ഇരട്ടിയോളം 225ഓളം അധികം വോട്ട് നേടി 356 എന്താണ് UDF-ന്റെ ഡിജിറ്റ്. അവിടെ തന്നെ ആ വലിയ വ്യത്യാസം വ്യക്തമാണ്. ആദ്യ റൗണ്ടിൽ നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 624 ആര്യാടന്റെ ലീഡ് ഉയരുകയാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, വളരെ ശക്തമായ പൊളിറ്റിക്കൽ വർക്ക് മുസ്ലിം ലീഗും കോൺഗ്രസും നടത്തിയിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ ആദ്യ റൗണ്ട് പൂർത്തിയായി 452 വോട്ടുകളുടെ ലീഡ് ആര്യാടൻ ഷൗക്കത്തിന് ആദ്യ റൗണ്ടിൽ തന്നെയുണ്ട്. അതിന് പ്ലസ് പോസ്റ്റൽ വോട്ടും മറ്റു വിവരങ്ങളും ചേർന്നാണ് ഈ 624 എന്ന കണക്ക് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. ആദ്യ റൗണ്ട് പൂർത്തിയായപ്പോൾ 452 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് ലീഡ് ചെയ്തു എന്നതാണ് അവിടെ നിന്നുള്ള വിവരം. അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം കൂടെ വേണം. അത് ആദ്യ റൗണ്ടിന്റെ വോട്ട് മാത്രമാണോ എന്ന കാര്യത്തിൽ. അങ്ങനെയെങ്കിൽ അത് വലിയ ലീഡിലേക്കുള്ള കുതിപ്പാണ്. അത്തരം ഒരു സൂചനയാണ്. ആദ്യ റൗണ്ട് പൂർത്തിയായപ്പോൾ 452 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് ലീഡ് ചെയ്യുന്നു. അക്കാര്യത്തിൽ ഒരു കൺഫർമേഷൻ കൂടി അരുൺ അമർനാഥിന് ആവശ്യമായുണ്ട്. മറ്റ് പോസ്റ്റൽ ബാലറ്റിന്റെയും വിവരം ചേർത്തപ്പോൾ 624 വോട്ടുകൾക്ക് ആര്യാടൻ ലീഡ് ചെയ്യുന്നു. 2ാം റൗണ്ടിലേക്ക് വഴിക്കടവിൽ UDF-ന്റെ കുതിപ്പ് അത് കൺഫേം ചെയ്യുകയാണ് അവിടെ നിന്ന് അരുൺ അമൃതനാഥ്. വഴിക്കടവിൽ UDF-ന്റെ വലിയ കുതിപ്പ്, തേരോട്ടമുണ്ടാകുന്നു എന്ന സൂചന വരുന്നു. 7000 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് PV അൻവർ കിട്ടുമെന്ന് വിചാരിച്ചത്. അവിടെ ഇതുവരെ ഒരു വോട്ടും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. എന്തായാലും PV അൻവർ 7000 വോട്ട് പ്രതീക്ഷിക്കുന്നിടത്ത് ആദ്യത്തെ ഫലസൂചന പ്രകാരം 624 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് മുന്നിൽ. വലിയ 723ലേക്ക് സംഖ്യ മാറുകയാണ്. ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ തവണ ആദ്യ റൗണ്ടിൽ വെറും 3 വോട്ടിന്റെ ലീഡാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ 2ാം റൗണ്ടിലേക്ക് കടക്കുമ്പോൾ തന്നെ 723ലേക്ക് കടക്കുന്നു. അതായത് UDF വിചാരിച്ചതുപോലെ തന്നെ ഒരു വമ്പിച്ച വിജയത്തിലേക്ക് നീങ്ങുകയാണ്. 3000 വോട്ടിന്റെ ലീഡാണ് പ്രതീക്ഷിക്കുന്നത് ഈ പഞ്ചായത്തിൽ. ഇപ്പോ 3 റൗണ്ട് എണ്ണുന്നതിന് മുമ്പ് തന്നെ 2ാം റൗണ്ടിലേക്ക് കടന്നപ്പോൾ തന്നെ 723 വോട്ടിന്റെ ലീഡായി. അതിന്റെ അർത്ഥം വലിയ തോതിലുള്ള ഒരു വിജയത്തിലേക്ക് ആര്യാടൻ പോകുന്നതിന്റെ സൂചനയാണ്. ഇത് LDF-നെ കൊണ്ട് പിടിച്ചു നിർത്താൻ കഴിയുന്നതല്ല. UDF-ന്റെ തേരോട്ടത്തിന്റെ സൂചന. 723 വോട്ടുകൾക്ക് ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ് ആര്യാടൻ ഷൗക്കത്ത്. ആര്യാടൻ ഷൗക്കത്തിന്റെ തേരോട്ടം, UDF-ന്റെ തേരോട്ടം എന്ന വ്യക്തമായ സൂചന നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ കഴിയുന്ന ആദ്യ ഫലസൂചനകൾ തന്നെയാണ് വരുന്നത്. നേരത്തെയും മാതൃഭൂമി ന്യൂസ് ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നതാണ്. ആദ്യ റൗണ്ടിലെ റിസൾട്ട് വരുമ്പോൾ, ആദ്യ റൗണ്ടിലെ ലീഡ് വരുമ്പോൾ കൃത്യമായൊരു സൂചകം അതിൽ ഉണ്ടാകുമെന്ന്. ഇപ്പോഴത്തെ പാറ്റേൺ അനുസരിച്ചാണെങ്കിൽ അത് UDF-ന്റെ വലിയ കുതിപ്പിലേക്ക് പോകുന്നു എന്ന തോന്നലുണ്ടാക്കുന്ന തരത്തിൽ തന്നെയാണ് ആദ്യ റൗണ്ടിൽ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആദ്യ റൗണ്ടിൽ UDF-ന് 3 വോട്ടിന്റെ മാത്രമായ കേവലം ലീഡായിരുന്നു. 2ാം റൗണ്ടിൽ LDF-ന് 59 വോട്ടിന്റെ ലീഡും ഉണ്ടായിരുന്നു. 59 വോട്ടിന്റെ ലീഡ് LDF-ന് ഉണ്ടായിരുന്ന 2ാം റൗണ്ട് ഇപ്പോൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു. ആദ്യ റൗണ്ടിൽ 3 വോട്ടിന്റെ മാത്രം ലീഡ് ഉണ്ടായിരുന്ന UDF-ന്റെ ആ റൗണ്ടിൽ ഇപ്പോൾ 452 വോട്ടിന്റെ ലീഡ് ഒറ്റ റൗണ്ടിൽ മാത്രം UDF-ന് പിടിക്കാനും കഴിഞ്ഞു. ഇതൊരു വലിയ ട്രെൻഡാണോ, സൂചനയാണോ? ഇപ്പോഴറിയാം. 2ാം റൗണ്ട് കൂടി പൂർത്തിയാകുമ്പോൾ ഇത് എത്രത്തോളം വലിയ ട്രെൻഡാണ്. 19 റൗണ്ടുകളുണ്ട്. 1ാം റൗണ്ടിൽ തന്നെ 452 വോട്ടിന്റെ ലീഡ് UDF എടുത്തു. 2ാം റൗണ്ടിൽ UDF ആണ് മുമ്പിൽ. ഇപ്പോൾ ടോട്ടൽ ലീഡ് 743 ആണ്. അതായത് ഒരു UDF ട്രെൻഡിന്റെ സൂചനയാണ്. ആദ്യത്തെ റൗണ്ടിലെ വോട്ടിംഗ് പാറ്റേൺ നൽകുന്നത് UDF മേൽക്കൈയുടെ സൂചനയാണ്. ഇപ്പോൾ 743 വോട്ടുകൾക്ക് മുന്നിലാണ് ആര്യാടൻ. 2ാമത്തെ റൗണ്ട് പുരോഗമിക്കുന്നു. ഈ ഘട്ടങ്ങളിൽ, ഈ ബൂത്തുകളിൽ നിന്ന് കൃത്യമായ ലീഡ് എടുത്ത് പോയാൽ മാത്രമേ അമരമ്പലം പോലെയുള്ള LDF-ന്റെ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വോട്ടിന്റെ എതിർപ്പിനെ നേരിടാൻ കഴിയുകയുള്ളൂ, ആ വെല്ലുവിളി നേരിടാൻ കഴിയുകയുള്ളൂ എന്ന് കൃത്യമായി UDF ക്യാമ്പിന് അറിയാം. അതുകൊണ്ട് തന്നെ ഈ സംഖ്യ അവർക്ക് നൽകുന്ന കോൺഫിഡൻസ് വലുതാണ്. 743 ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന കണക്ക്. പോസ്റ്റൽ ബാലറ്റിൽ 1ാം റൗണ്ടിൽ 2 ബൂത്തുകളിൽ നിന്നുമുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ UDF-ന് അനുകൂലമായ വിധിയെഴുത്തിനുള്ള സൂചനകളാണ് എന്ന് UDF-ന് വിശ്വസിക്കാൻ പാകത്തിലുള്ള കണക്കുകൾ തന്നെയാണ് നമ്മുടെ മുന്നിൽ വരുന്നത്.
ആദ്യ റൗണ്ട് എന്ന് പറയുമ്പോൾ 14 ബൂത്തുകൾ എണ്ണിക്കഴിയുമ്പോൾ 452 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്തിരുന്നത്. ഇതിപ്പോ ബാക്കിയുള്ള ബൂത്തുകൾ കൂടി, അതായത് 28 ബൂത്തുകൾക്ക് അപ്പുറമായി ഇപ്പോൾ 776 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ് UDF സ്ഥാനാർത്ഥി. ഒരു റൗണ്ടിൽ മാത്രം 452 ലീഡ് എടുത്തിരിക്കുന്നു. അതായത് ആദ്യ 14 ബൂത്തുകളിൽ നിന്ന് UDFന്റെ ലീഡ് 452 വോട്ടാണ്. ആദ്യ 14 ബൂത്തുകൾ, അവയുടെ പേര് കൂടി ഒന്ന് പറയാമല്ലേ? തണ്ണിക്കടവ് മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് അംഗമുള്ള സ്ഥലം, മഞ്ഞളപ്പാറ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് അംഗം, മരുതം വേങ്ങപ്പാടം കോൺഗ്രസിന്റെ പഞ്ചായത്ത് അംഗമുള്ള സ്ഥലം, അത് മരുത അങ്ങാടി ഉൾപ്പെടുന്ന സ്ഥലമാണ്. വെണ്ടേക്കൻ പെട്ടി, അത് CPIMന്റെ പഞ്ചായത്ത് അംഗം ഉള്ള സ്ഥലമാണ്. മേലെ മാമാങ്കര മുസ്ലിം ലീഗ്, കമ്പളക്കല്ല് മുസ്ലിം ലീഗ്, മണൽപ്പാടം CPM, കാരക്കോട് കോൺഗ്രസ്, വെള്ളക്കെട്ട കോൺഗ്രസ്, അനന്തു ആ കുട്ടി മരിച്ച സംഭവമുണ്ടായ സ്ഥലം, വഴിക്കടവ് കോൺഗ്രസ്, പൂവത്തിപ്പൊയിൽ മുസ്ലിം ലീഗ്, പഞ്ചായത്ത് അങ്ങാടി CPM, വള്ളിക്കാട് CPM, ആലപ്പുയിൽ മുസ്ലിം ലീഗ്. ഇങ്ങനെ 14 ബൂത്തുകളിലെ വോട്ടാണ് ആദ്യ റൗണ്ടിൽ എണ്ണിയത്. അങ്ങനെ 14 ബൂത്തുകളിലെ ബൂത്താണ് അവിടെ CPM-നുള്ളത്. 809 ആയിട്ട് വരുന്നിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ CPM-ന്റെ ശക്തീകരണങ്ങളല്ല, CPM-ന് വലിയ തോതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ബൂത്തുകളുമല്ല. അതുകൊണ്ട് തന്നെ ഇത് UDF-ന്റെ കേന്ദ്രമാണ്. അവിടെ നിന്ന് പക്ഷേ കഴിഞ്ഞ തവണത്തിനേക്കാൾ എത്ര വോട്ട് സമാഹരിക്കുന്നുണ്ട് എന്നുള്ളതാണ് UDF-ഉം LDF-ഉം ഉറ്റുനോക്കുന്നത്. അതായത് 225 അധികം വോട്ടിന്റെ ലീഡുണ്ട് ഒന്നാം റൗണ്ടിൽ തന്നെ UDF-ന്. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്.